മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ഇതര സംസ്ഥാനക്കാരൻ CCTVയിൽ പതിഞ്ഞു. ഫോണിൽ വിളിച്ച് വില കൂടിയ മരുന്ന് ആവശ്യപ്പെട്ട ശേഷം സ്ഥാപനത്തിലെത്തി തന്ത്രപൂർവ്വം മരുന്ന് കൈക്കലാക്കി മുങ്ങുന്നതാണ് ഇയാളുടെ രീതി. എന്നാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ സന്ദേശം പ്രചരിച്ചിരുന്നത് അറിവുണ്ടായിരുന്നതിനാൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ട മരുന്നിന് പകരം പരീക്ഷണാർത്ഥം സ്ഥാപനത്തിന്റെ ജീവനക്കാരി വൈറ്റമിൻ ഗുളികകൾ പൊതിഞ്ഞുവെച്ചു. ഇതാണ് തട്ടിപ്പുകാരൻ കൊണ്ടുപോയത്. കാട്ടാക്കട മുടിപ്പുര കെട്ടിടത്തിൽ ന്യൂ പ്രഭ മെഡിക്കൽ സ്റ്റോറിൽ വെള്ളിയാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവം. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പം ചേട്ടന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവര് നമ്പർ തപ്പിയെടുത്ത് ഞങ്ങളുടെ ഒന്നീ ഗൂഗിളിൽ നിന്നായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബോഡിയിൽ നിന്ന് വല്ലതും 2 ദിവസത്തിന് മുന്നേ ആയിട്ട് നമ്പർ തപ്പിയെടുത്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ നമ്പർ എല്ലാവരുടെയും ഉണ്ട്. നമുക്ക് മെഡിസിൻ വാങ്ങാൻ വരുന്ന മിക്ക ആൾക്കാരെയും നമ്മുടെ നമ്പർ ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവര് സംഘടിപ്പിച്ചതായിരിക്കണം ഈ നമ്പർ വിളിച്ച് രാവിലെ ഒരു 9:30 ആകുമ്പോൾ വിളിച്ചിട്ട് പറയുന്നത് ഒരു 2-3 മെഡിസിന്റെ പേര് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഒരു ഷെഡ്യൂൾ ഡ്രഗ്സ് ആണ്. അപ്പം ബാക്കി പറഞ്ഞ 3 മെഡിസിനും വളരെ വില കുറഞ്ഞ മെഡിസിനും, ഈ പറഞ്ഞ മെഡിസിൻ മാത്രം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനുമാണ്. അപ്പൊ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ഒരു 5 സ്ട്രിപ്പും പറഞ്ഞ് ബാക്കിയുള്ള എല്ലാം 2-3 സ്ട്രിപ്പുകളാണ് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോ ഇത് ഉടനെ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളതിൽ പ്രിസ്ക്രിപ്ഷൻ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെക്കും, ഞങ്ങൾ പ്രിസ്ക്രിപ്ഷനുകൾ കൊണ്ടുവന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കോളാന്ന് പറയുന്നുണ്ട്. അവ ശരി, ഓക്കെ പറഞ്ഞു. നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഷെഡ്യൂൾ ഡ്രഗ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായി. അത് കഴിഞ്ഞ ഉടനെ ഒരു 12 മണിയായപ്പോൾ ചേട്ടനെ വിളിക്കുന്നുണ്ട്. 1 മണിക്ക് വിളിച്ചു, 2 മണിക്ക് വിളിച്ചു, 3 മണിക്ക് വിളിച്ചു. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവരെ നമുക്ക് മെഡിസിൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് 5:30 ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിസിൻ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു. നിങ്ങൾ കളക്ട് ചെയ്യാൻ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 7:30 മണിയായപ്പം അപ്പം റോഡൊക്കെ കുറച്ച് ആൾക്കാരും തിരക്കുള്ള സമയമാണ്. അപ്പൊ ആ സമയമായപ്പോ ഇവര് വരുന്നുണ്ട്. വന്നിട്ട് അവര് വേറെ 2-3 കസ്റ്റമർ നിൽപ്പുണ്ട്. അവരോടൊക്കെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇവരൊന്ന് എന്തോന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല കൊടുത്തോളൂ, അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്താണ്, ചേച്ചി ഇതേപോലെ നിങ്ങളെ മെഡിസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ മെഡിസിൻ ഒന്ന് എടുത്തു വെക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞ വില കുറഞ്ഞ മെഡിസിൻ എല്ലാം എടുത്തു വെച്ചു. അതിന്റെ കൂട്ടത്തിൽ ഇവര് പറഞ്ഞ മെഡിസിൻ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ വേറെ 2-3 സ്ഥലത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലും എല്ലാ ഇതിലും നമുക്ക് ഈ മെസ്സേജ് അവരിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേപോലെ 2 പയ്യന്മാരിങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വെങ്ങാനൂരും ഊരിട്ടമ്പലത്തൊക്കെ ഇതേപോലെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് അവരിങ്ങനെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരത്തെ അറിയാമല്ലോ, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഞങ്ങൾ ഈ വൈറ്റമിന്റെ ഗുളിക എടുത്തു വെച്ചു. അപ്പം ഇവൻ വന്നുടനെ ഞങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള മെഡിസിൻ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻ എടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഇവൻ പോക്കറ്റിൽ കൈയിട്ടോണ്ട് നിൽക്കുകയാണ് പ്രിസ്ക്രിപ്ഷൻ അപ്പൊ എന്റെ ഓർമ്മയിൽ ഇത് പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ് അവൻ കയ്യിൽ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതും കൊണ്ട് ഓടാണ്. ഞങ്ങളിത് ഡോർ തുറന്ന് വെളിയിൽ ഇറങ്ങുന്നുണ്ട്. മറ്റേ പുള്ളി ഇവന്റെ കൂടെ വന്നവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവൻ കയറി അങ്ങ് പോവുകയും ചെയ്തു. ഇത് 1-2 സംഭവങ്ങളല്ല. ഇത് ആർക്കും പുറത്ത് പറയാനായിട്ടൊരു മടി കാരണം, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഭവിഷ്യത്ത് വരും എന്നുള്ള കാരണം വേറൊരു മെഡിക്കൽ സ്റ്റോറുകാരും ഇത് പുറത്ത് പറയാൻ തയ്യാറായില്ല. ഇങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട്, അതിങ്ങനെ വാട്സപ്പിൽ അയക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടി മുൻകൈ എടുത്ത ആരും ഒരു ന്യൂസ് കൊടുക്കാനോ ഇതിന് വേണ്ടി പ്രതികരിക്കാനോ ആരും തയ്യാറായില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താന്നാലും ഇതിന് ആരെങ്കിലും ഒരാൾ പ്രതികരിക്കണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പുറം ലോകം അറിയാതെ പോകില്ലേ.